ശരിക്കും ഉണ്ട്. ഈ ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ശരിക്കും ഫ്ലൈറ്റിന്റെ ഈ പ്രോട്ടോകോളിൽ നിന്ന് അവരുടെ ഒരു സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഒരു ചെക്ക് ലിസ്റ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ സർജിക്കൽ മേഖലയിൽ ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. WHO സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് എന്നാണ് അതിന് WHO എന്ന് പറയുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ്. അത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഈ സർജറിക്കിടയിൽ ഉണ്ടാവുന്ന പല പല പ്രശ്നങ്ങൾ, ഈ ഇതുപോലെ ഇപ്പോൾ ഈ കത്രിക മറന്നു വെച്ചു എന്ന് പറയുന്ന പോലെ തന്നെ കോട്ടൺ പീസുകൾ മറന്നു വയ്ക്കുക, സർജിക്കൽ മോപ്പ്, വലിയ മോപ്പുകൾ ഇത് വയറിനകത്തോ അല്ലെങ്കിൽ അതുപോലുള്ള ക്യാവിറ്റി സർജറികളിലൊക്കെ മറന്നു വയ്ക്കുക, സൈഡ് മാറിപ്പോവുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഓർത്തോപീഡിക് സർജറികൾ, ഇപ്പോൾ ഒരു കാലിൽ എല്ല് പൊട്ടലിന് സർജറി ചെയ്യാൻ തുറന്നു കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് മറ്റേ കാലിലായിരുന്നു എന്നുള്ളത്. ചിലപ്പോഴൊക്കെ രോഗി തന്നെ മാറിപ്പോയിട്ട് സർജറി ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ 2007 ഇങ്ങനെ ഒരു സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റിന്റെ ആവശ്യകതയെ പറ്റി തന്നെ ചിന്ത വരുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ്. വളരെ റീസെന്റ് ആയിട്ട്. അത് തന്നെ നമുക്ക് അറിയാവുന്ന ഒരാളാണ്, അതുൽ ഗവാണ്ടെ എന്ന് പറയുന്ന ഒരു സർജൻ. അദ്ദേഹം ഇന്ത്യക്കാരനാണ്, ഹാർവാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെ അറിയായിരിക്കും. ഈ ബീയിങ് മോർട്ടൽ എന്നൊക്കെ കോംപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളുടെയൊക്കെ രചയിതാവായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുൽ ഗവാണ്ടെ. അതുൽ ഗവാണ്ടെയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഇതിന്റെ പൈലറ്റ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്. ഈ സ്റ്റഡി നടത്തി ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക, എന്നിട്ട് പഠിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്ന് പഠിച്ച് അതിന്റെ റിസൾട്ട് 2009 ന്യൂ ഇംഗ്ലണ്ട് ജേണലിൽ പബ്ലിഷ് ചെയ്തപ്പോൾ മനസ്സിലായത് ഇങ്ങനെ ഈ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മേജർ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് 36% വരെ കുറയ്ക്കാൻ സാധിക്കും. പോസ്റ്റ് സർജിക്കൽ ഡെത്ത് നേരത്തെ ഒരു 1.5% ഒക്കെ ആയിരുന്നു ഈ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് കാരണമുള്ള ഡെത്ത്. അത് 0.8% ആയിട്ട് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത്. എന്ന് വെച്ചാൽ അതിന്റെ നേർപകുതിയായിട്ട് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ റിസൾട്ട്. അതിനുശേഷമാണ് WHO ഇത് ഏറ്റെടുത്ത് ഇതൊരു പ്രോട്ടോക്കോളായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും പാലിച്ചിരിക്കേണ്ട ഒന്നാണെന്നും പറഞ്ഞിട്ട് ഒരു 19 കാര്യങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്.